മാതൃഭൂമി ന്യൂസ് ഇമ്പാക്റ്റിലേക്കാണ്. EVM തട്ടിപ്പ് സംബന്ധിച്ച കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താന്റെ പരാതി അന്വേഷിക്കാൻ നിർദ്ദേശം. സൈബർ ഓപ്പറേഷൻസ് IG P പ്രകാശാണ് അന്വേഷിക്കുക. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല IG നിർദ്ദേശം നൽകി. മാർഷൽ വി സെബാസ്റ്റ്യൻ വിവരങ്ങളുമായി ചേർന്നത് സാരംഗ് സുരേഷാണ് വിവരങ്ങളുമായി ചേർന്നത്. സാരംഗ്, ഇപ്പോൾ കാസർഗോട്ടെ വലിയ രാഷ്ട്രീയ വിവാദമാണല്ലോ. ഇപ്പോൾ ഒരു ഭാഗം പറയുന്നത് DC അധ്യക്ഷ പദവിയിലേക്ക് വരാൻ സാധ്യതയുള്ളയാളെ വിട്ടുന്നതിൻ്റെ ഭാഗമായി ഇങ്ങനെയൊരു ആരോപണം കൊണ്ടുവന്നു. അതേസമയം രാജ്മോഹൻ ഉണ്ണിത്താൻ MP അടക്കം EVM തട്ടിപ്പ്, അങ്ങനെ ഒരു തട്ടിപ്പ് അവിടെ നടന്നു, അതിൻ്റെ പേരിൽ പണപ്പിരിവുണ്ടായി എന്ന ആരോപണം മുന്നോട്ട് വയ്ക്കുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ പരസ്യമായി രംഗത്ത് വന്നു, പരാതിയിൽ നടപടിയില്ല എന്ന് പറഞ്ഞു. അതിന് പിന്നാലെ ഇപ്പോൾ എങ്ങനെയാണ്, ഏത് തരത്തിലാണ് ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടൽ? രതീഷ്, രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രധാനപ്പെട്ട ആവശ്യം ഈ ആരോപണവുമായി ബന്ധപ്പെട്ട ഒരു സമഗ്ര അന്വേഷണം വേണമെന്നത് തന്നെയായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ഒരു അന്വേഷണം, അത് അദ്ദേഹം ഉദാഹരണമായി പറഞ്ഞത് വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഏത് രീതിയിലുണ്ടായ ഒരു സമഗ്ര അന്വേഷണമാണ് ഉണ്ടായത്, അതിന് സമാനമായ രീതിയിൽ തന്നെയുള്ള ഒരു അന്വേഷണം ഇവിടെയും വേണമെന്നത് തന്നെയായിരുന്നു. എന്നാൽ ഈ നിവേദനം ലഭിച്ച ഒരാഴ്ച കഴിഞ്ഞിട്ടും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനായ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്ക് പോലും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള അറിയിപ്പുകളോ നിർദ്ദേശങ്ങളോ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. ആ പശ്ചാത്തലത്തിലാണ് ഈ വാർത്ത പുറത്തേക്ക് വരുന്നതും. പിന്നീട് രാജ്മോഹൻ ഉണ്ണിത്താൻ MP മാധ്യമങ്ങളെ കണ്ട സമയത്ത് അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറയുന്നത്, മഴയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ പോലീസ് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ഉണ്ടായിട്ടുള്ള ഒരു പക്ഷേ ചെറിയ രീതിയിലുണ്ടായ ഒരു കാലതാമസം എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ജില്ലയിലെ UDF നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും ഈ പരാതി അല്ലെങ്കിൽ ഈ ഒരു ആരോപണത്തെ വലിയ രീതിയിൽ തന്നെ തള്ളിക്കളയുകയായിരുന്നു. അത്തരത്തിലുണ്ടായ ഒരു ചർച്ച പോലും UDF നേതൃത്വത്തിനകത്ത് ഉണ്ടായിട്ടില്ല. അത് ചിലർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ആരോപണമാണ് എന്നതാണ്. എന്നാൽ ഉണ്ണിത്താൻ പറഞ്ഞത് അത്തരത്തിൽ കെട്ടിച്ചമച്ച ഒരു ആരോപണമാണ് അതെങ്കിൽ ആ കെട്ടിച്ചമച്ച നേതാക്കൾക്കെതിരെ നടപടി വേണമെന്നത് തന്നെയായിരുന്നു. അപ്പോൾ അതിലൊരു വ്യക്തത വരികയാണ്. എന്തായാലും ആഭ്യന്തര വകുപ്പിന് പെട്ടെന്നൊന്നും തന്നെ ഈ ആരോപണത്തിൽ നിന്ന് തലയൂരി പോരാനാകില്ല എന്ന് ഉള്ളൊരു സാഹചര്യത്തിലേക്ക് വരുന്ന സമയത്ത് കാസർഗോഡിനെ സംബന്ധിച്ച് അതൊരു വലിയ രാഷ്ട്രീയ മാനത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. പ്രതിപക്ഷ കക്ഷികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അടക്കം സമീപിക്കുമെന്നുള്ള രീതിയിലേക്ക് അടക്കം കാര്യങ്ങൾ മാറുന്നതിനിടയിലാണ് ഇപ്പോൾ നേരിട്ട് ആഭ്യന്തരമന്ത്രി ഇപ്പോൾ സൈബർ ഓപ്പറേഷൻസ് IG നേരിട്ട് നിർദ്ദേശം നൽകുന്നത്. ഇനി എന്തായാലും ഒരു MP പറഞ്ഞതിന് സമാനമായ രീതിയിൽ തന്നെ ഒരു സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ നിരവധിയായ രാഷ്ട്രീയ നേതാക്കളുടെ, അതിൽ കാസർഗോഡ് MLAയും ഉദുമ MLA അടക്കമുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ മൊഴിയടക്കം എടുക്കുന്നതിനുള്ള നടപടികൾ ഇതിന്റെ ഭാഗമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.